നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരാളെ സൃഷ്ടിക്കണം. കലാമണ്ഡലം സത്യഭാമയെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. എന്താ ഒന്നും മിണ്ടാത്തെ? ഇത് കുമ്പളങ്ങമ്പലത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല. ചേച്ചി വലിയൊരു പേപ്പറും കൈ പിടിച്ച് തെറി പറയാനുള്ള ആളുകളുടെ ലിസ്റ്റും തയ്യാറാക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ബിപിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറുപ്പേ മഹാ തൊട്ടിയാ കേട്ടാ. ആഹാ, സത്യഭാമ എന്തായാലും അവരുടെ സ്റ്റാൻഡേർഡ് കാത്തു സൂക്ഷിച്ച്. ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവില്ല. ചുമ്മാ വില ഗതി പിടിക്കാത്തത്. വയസ്സാകാല നിനക്ക് നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ. നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. നീ എന്താ വിചാരിച്ച ഞാൻ മാത്രമേ ഉള്ളന്നാ? എന്റെ കൂടെ ഒരു ഗാങ് ഉണ്ടടാ. നീ ഇങ്ങോട്ട് വാ. ഒരു ശ്രീലത ലത. ഓ, നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലടി. നിനക്ക് സിനിമയിൽ വല്ല റോൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ തള്ള എന്താണ് പറയണത്? നീ ചാണകം തേച്ച് മെഴുകുമല്ലേ? ഞാൻ ചാണകം അല്ല തേക്കാൻ പോണം നിന്നെ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1-നും 2-നും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ. അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? എത്രയൊക്കെ മേക്കപ്പ് ഇട്ട് ഒരുങ്ങി വന്ന് നിന്നാലും ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരും. അത്